പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അവർ നമ്മളെ പറ്റിക്കുകയാണെന്നൊക്കെയുള്ള വാദങ്ങൾക്കെതിരാണ്. കാരണം നമ്മൾ 6 പേരാണ് റമ്മിയിലോട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 6 പേര്, ഉദാഹരണം 10 രൂപയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ 60 രൂപയാണ് പ്രൈസ്. പക്ഷേ അവർ 60 രൂപ തരുന്നില്ല, 52 രൂപയെ നമുക്ക് തരുന്നുള്ളൂ. അതിപ്പോൾ 10 എന്നുള്ളത് 10,000 ആണെങ്കിൽ 60,000 രൂപ പ്രൈസിൽ 52,000 രൂപയെ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി പൈസ അവരുടെ കമ്മീഷനാണ്. അവർക്ക് ഇങ്ങനെ ഓരോ ഗെയിമിലും കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇതിൽ 6 പേരാണ് കളിക്കുന്നത്, അതിൽ ഒരാളാണ് ജയിക്കുന്നത്. അപ്പം ജയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 2 പേര് ജയിക്കും, 3 പേര് വരെ ഈ പറഞ്ഞ ഈക്വലായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ പൊതുവേ അപ്പം ഈ തോറ്റവർക്ക്, പൈസ പോയവനാണ് എപ്പോഴും വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, അയ്യോ എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞ് എവിടെയും വിളിച്ചു പറയുകയും നിരാശപ്പെടുകയും ചെയ്യും. പക്ഷേ പൈസ കിട്ടിയവൻ കുറച്ച് സന്തോഷം കാണിക്കും. കുറച്ച് പേരോടൊക്കെ പൈസ കിട്ടി, എനിക്ക് പൈസ കിട്ടിയെന്ന് സന്തോഷം കാണിച്ചെങ്കിൽ പോലും കൂടുതൽ പേരോടൊന്നും പറയാനൊന്നും പോകത്തില്ല, അടുത്ത ഗെയിം കളിക്കാനേ പോകുള്ളൂ. അപ്പം നമ്മൾ ചൂതാട്ടമായാലും, ഇപ്പം ഗോവയിലൊക്കെ ചൂതാട്ടമുണ്ട്. ചൂതാട്ടം എന്ന് പറയുമ്പം അത് ഈ പറഞ്ഞ ചാൻസ് ആണ്, സ്കില്ലല്ല. ഇത് സ്കില്ലിൻ്റെ പരിധി വരുന്നതാണ്. ചാൻസിൻ്റെ പരിധിയിലാണെങ്കിൽ, സ്കില്ലിൻ്റെ പരിധിയിലാണെങ്കിൽ അവിടെ എല്ലാം കമ്മീഷൻ ബേസ് ആണ്. അവർക്ക് കമ്മീഷൻ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് റമ്മി കളിക്കുക, പ്രാക്ടീസ് റമ്മി നിരന്തരമായി കളിക്കുക. പിന്നെ ടൂർണമെൻറ്റുകൾ, ഫ്രീ ടൂർണമെൻറ്റിൽ കയറി പൈസ എടുക്കുക. അതിനൊക്കെ ശേഷം ജയിക്കാൻ തുടങ്ങിയതിന് ശേഷം ചെറിയ എമൗണ്ടിൽ, ചെറിയ ഒരു 10 രൂപ അല്ലെങ്കിൽ പോയിന്റ് റമ്മി ആണെങ്കിൽ 1 പോയിന്റ്, അങ്ങനെയുള്ള ചെറിയ കളികൾ, പൂളാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെറിയ രീതിയിൽ ഏൺ ചെയ്ത് പോകാമെങ്കിൽ ഇതിൽ എക്സ്പെർട്ടായി വരുമ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയ രീതിയിൽ വരുമാനവും കിട്ടും, എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാവരും ഇത് കളിക്കണമെന്നല്ല, ഇത് നല്ലതാണെന്നോ അല്ല. പൊതുവേ ഇത് ദോഷം തന്നെയാണ്. പൊതുവേ ജനങ്ങളുടെ കാശേ പോവുള്ളൂ. കാരണം 6 പേരിൽ ഒരാളല്ലേ ജയിക്കുകയുള്ളൂ. 5 പേര് തോക്കും, അല്ലെങ്കിൽ 2 പേര് ജയിക്കും, 2 പേര് ഈക്വലായിട്ട് പേയ്മെൻറ്റ് എടുക്കുമായിരിക്കും, അതിൽ കൂടുതലില്ലല്ലോ. അപ്പം ഈ ഭൂരിപക്ഷം പേരുടെയും പൈസ പോവുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കളി വ്യക്തമായി പഠിക്കുക, 1-2 കുത്തു ചീട്ട് മേടിച്ച് കുറച്ച് നാൾ റമ്മി കളിക്കുക, അതിനുശേഷം അല്ലെങ്കിൽ പ്രാക്ടീസ് കളിക്കുക, പ്രാക്ടീസിന് ശേഷം ടൂർണമെൻറ്റുകൾ കളിക്കുക. ഇതിനെല്ലാം ശേഷം മാത്രം ക്യാഷ് റമ്മിയിലോട്ട് പോയിട്ട് ചെറിയ എമൗണ്ടുകൾ, 10 രൂപയ്ക്കുള്ള ചെറിയ എമൗണ്ടുകൾ കളിച്ച് ചെറിയ രീതിയിൽ പൈസ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇവർ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ വലിയ വലിയ ഗെയിംസിലായിരിക്കാം. ഒരിക്കലും അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 10,000 രൂപയുടെയോ 2,000 രൂപയുടെയോ ഗെയിം കളിക്കുന്ന അത്രയ്ക്ക് എക്സ്പെർട്ടായിട്ടുള്ള കളിക്കാരായിരിക്കും. നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ, വലിയ എമൗണ്ട് വെച്ച് കളിക്കുന്നത് മോശക്കാരായിരിക്കത്തില്ല. അപ്പം നമുക്ക് അവരെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇതാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു, പലരും അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബേസ് മനസ്സിലാക്കാതെ വെപ്രാളം പിടിച്ച് കളിക്കരുത്. ചെറിയ രീതിയിൽ ഏൺ ചെയ്യാൻ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും റമ്മിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇത് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇത് കളിച്ച് എല്ലാവരും പൈസ ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് നെഗറ്റീവ് വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കിടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഓക്കെ.